Morning, students. We have gone through different aspect of GIS that may include georeferencing, right? Georeferencing, vectorization or digitization, then attribute editing, plot mapping, etc. We have discussed several things. നിങ്ങൾ അതൊക്കെ പ്രാക്ടിക്കലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കുറെ പേര് ചെയ്തു, ഞാനത് വാല്യൂ ചെയ്തു. കുറെ പേരുടെ ചെയ്തിട്ടില്ല. കുറെ പേരിങ്ങനെ വർക്ക് പ്രോഗ്രസ് ആണെന്ന് പറയുന്നുണ്ട്. കുറെ പേരുടെ വർക്കൊക്കെ ഓക്കെ ആണ്. ഞാൻ അതൊക്കെ പറഞ്ഞിരുന്നു. റൈറ്റ്. അപ്പോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലേഔട്ടാണ്. ഇപ്പോൾ അതിനു മുമ്പ് തന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അത് കണ്ടോ, ഫോൾഡർ നിങ്ങൾ കാണുന്നുണ്ടോ? അപ്പൊ ഞാനിവിടെ എൻ്റെ വർക്കെല്ലാം ഇതിലാണ് സേവ് ചെയ്തേക്കുന്നത്. BSc പ്രാക്ടിക്കൽ ഫിനിഷ്. അതാണ്ടോ കേരളത്തിന്റെ ഷേപ്പ് ഫയല് ഇതിൽ ആണ് വെച്ചിരിക്കുന്നത്. അതേപോലെ നിങ്ങൾ ഒരു ഫോൾഡർ ഉണ്ടാക്കിയിട്ട് അതിൽ വേണം എല്ലാ കാര്യങ്ങളും സേവ് ചെയ്യാൻ. വേണ്ട ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ? റൈറ്റ്. അതൊന്ന് ഞാനൊരു ഇൻട്രൊഡക്ഷനിൽ പലതവണ ഇങ്ങോട്ട് പറഞ്ഞു, എങ്കിലും ഒന്നുകൂടെ പറയുന്നു എന്ന് മാത്രം. ഇനി നമുക്ക് 2-3 ലെസൺസ് കൂടെ ഉണ്ട്. അപ്പോൾ അതിൽ ഇന്ന് ലേഔട്ട്, ഇപ്പൊ കോറോപ്ലസ് മാപ്പിംഗ് എല്ലാവരും കഴിഞ്ഞു. എല്ലാവരും അല്ല, കുറെ പേരുടെ കഴിഞ്ഞു. അപ്പോൾ പലരും ലേഔട്ട് ഇവിടെ ചോദിക്കുന്നുണ്ട്. സോ നമുക്ക് ലേഔട്ട് ചെയ്യാനുള്ള സംഭവങ്ങളാണ്. അപ്പോൾ ഇതിപ്പോ വേണ്ട, ഇത് ലേഔട്ട് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ലേഔട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം ലേഔട്ടിൽ എന്തൊക്കെയാണ് വേണ്ടത്. ഇതാണ് ലേഔട്ട് ചെയ്ത എങ്ങനെ ഇരിക്കും. അപ്പോൾ ഇതിൽ നമുക്ക് ചെയ്ത മാപ്പ് ഇതിൽ കാണാം, ഇതിൽ ലെജൻഡ് കാണാം. റൈറ്റ്. ഇത് ഞാൻ ജസ്റ്റ് ചെയ്തത്. റൈറ്റ്. ഒരു മിനിറ്റ്, ഇതിൽ 1-2 കാര്യങ്ങളും കൂടെ ആഡ് ചെയ്യാറുണ്ട്. ഇതിൽ സ്കെയില് നമുക്ക് ആഡ് ചെയ്യേണ്ടതുണ്ട്, എന്നാലും ഇത് കംപ്ലീറ്റ് ആവുന്നുള്ളൂ. റൈറ്റ്. അത് ഞാൻ എഡിറ്റ് ചെയ്ത് കാണിച്ചു തരാം. പിന്നെന്താ, നോർത്ത് ആരോ ആഡ് ചെയ്യേണ്ടതുണ്ട്. റൈറ്റ്. അപ്പോൾ ഇത് കൂടെ ആയിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ കംപ്ലീറ്റഡ് വർക്ക്. അപ്പൊ ഞാനിത് ജസ്റ്റ് ചെയ്തു വെച്ചാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനപ്പോ ഇത് ക്ലോസ് ചെയ്യാണ്, ഇത് നമുക്ക് ആവശ്യമില്ല. ഇതിൽ കണ്ട സംഭവം. റൈറ്റ്. അപ്പൊ ഇത് ഞാൻ ക്ലോസ് ചെയ്യാണ്. നമുക്കിത് ആദ്യം മുതൽ എങ്ങനെയാണ് ചെയ്തു നോക്കാം. അപ്പൊ ആദ്യം കോറോപ്ലസ് മാപ്പ് കംപ്ലീറ്റ് ചെയ്യുക. കംപ്ലീറ്റ് ചെയ്തേണ്ട ഈ ലെജൻഡ് വാല്യൂ ഹൈറ്റ് ടു ലോ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത് ഞാനൊരു വെറുതെ ഒരു ഡാറ്റ കൊടുത്തിട്ട് ചെയ്തേക്കുന്നതാണ്. ഇപ്പൊ കാണുന്നത് ഈ സ്റ്റൈലിംഗ് പാനലാണ്. അത് നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റൈലിംഗ് പാനൽ ആഡ് ചെയ്യാൻ പറ്റും. ദാറ്റ്സ് അപ് ടു യു. നിങ്ങൾക്ക് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ പ്രോപ്പർട്ടീസിൽ പോയിട്ട് ഏതാന്ന് വെച്ചാൽ ചെയ്യുക. റൈറ്റ്. അപ്പൊ ഇതില് നമുക്ക് ആദ്യം ഇതിൽ വേണ്ടത് ഇതാണ്. ഇവിടെ ഈ പ്രൊജക്റ്റിൽ പോയിട്ട് റൈറ്റ് ഇതുണ്ടോ, ഇങ്ങനെ നിങ്ങൾ ഈ മൗസിന്റെ പോയിന്റർ പോകുന്നത് നോക്കുക. ന്യൂ പ്രിന്റ് ലേഔട്ട് വേണ്ട, ഈ വൈറ്റ് കളറിൽ കാണും. അതിങ്ങനെ ക്ലിക്ക് ചെയ്യുക, ഇതിനൊരു പേര് കൊടുക്കുക. റൈറ്റ്. ഞാൻ ജസ്റ്റ് ഒരു നമ്പറാണ് കൊടുക്കുന്നത്. ഇങ്ങനെ നമ്പർ കൊടുത്തിട്ട് ഓക്കെ കൊടുക്കും. അപ്പൊ ഇവിടെ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇത് എന്താണ്, ഒരു ലാൻഡ്സ്കേപ്പ് മോഡിലാണ്. ഇതിങ്ങനെ മാറ്റുക. ഇതുണ്ട് അതിൽ പേജ് പ്രോപ്പർട്ടീസ് അങ്ങനെ താഴെ ഇതുണ്ട്, ഇത് കാണാം. ഈ ഭാഗത്ത് പേജ് പ്രോപ്പർട്ടീസ് വന്നു. അതിൽ ഈ A4 ഇങ്ങനെ തന്നെ കിടക്കട്ടെ. ഈ ലാൻഡ്സ്കേപ്പ് മാറ്റിയിട്ട് ക്രിയേറ്റ്. റൈറ്റ്. അപ്പൊ ഇതിൽ ഇങ്ങനെ നിങ്ങൾ തന്നെ ഇതിലെ ഓരോ ടൂൾസും ഇങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുക. ഇവിടെ ഡിഫറെന്റ് ടൂൾസ് കാണാം. അതിലെ ഓരോ ടൂൾസും എക്സ്പ്ലോയിറ്റ് ചെയ്യാവുന്നതാണ്. റൈറ്റ്. ഇതിങ്ങനെ ഇവിടെ ഇങ്ങനെ ഈ സൂം ഔട്ട്, സൂം ഇൻ ഇതുണ്ട്. ഇതിങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിത് കാണാൻ പറ്റും. അപ്പൊ ഇതില് നമ്മൾ ആദ്യം എന്താണ് ചെയ്യുന്നത്? ഇതില്
ഇതിൽ നമുക്ക് മാപ്പ് ആഡ് ചെയ്യണം, റൈറ്റ്? മാപ്പ് ആഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം മാപ്പ് ആഡ് ചെയ്യാൻ പോകണം. അപ്പൊ ഇതുണ്ട് അവിടെ മുകളിൽ ഇതുണ്ടോ, ലേ ഔട്ട്, എഡിറ്റ്, വ്യൂ, ഐറ്റം, ആഡ് ഐറ്റം, റൈറ്റ്? അതിൽ ആഡ് മാപ്പ്. നമ്മൾ അവിടെ മാപ്പ് ചെയ്തു വെച്ചാലേ ഇത് വരത്തുള്ളൂ. അപ്പൊ നമ്മൾ എന്താണ്, ആഡ് മാപ്പ്, നമ്മൾ അതിങ്ങനെ ഒരു ഒരു ഇതിലിങ്ങനെ വെച്ചിട്ട് ഇത് ഇങ്ങനെ എന്ത് ചെയ്യുക, ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക. കണ്ടോ? ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സോ ഇതിങ്ങനെ എന്താവും, മാപ്പ് ഇങ്ങനെ വരും. ഇവിടെ ഇങ്ങനെ ഇതിലിങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കാണാം. ഈ സംഭവം ഇതിങ്ങനെ ഇത് ലോക്ക് ചെയ്യാതെ ഈ മുകളിൽ ലോക്കിന്റെ സിമ്പിൾ കാണുന്നുണ്ടോ, വേണമെങ്കിൽ ചെയ്യാം. അപ്പൊ നമ്മൾ ആദ്യം മാപ്പ് ആഡ് ചെയ്തു. ഇനി നമുക്ക് എന്താ വേണ്ടത്, നമ്മൾ ഹാവ് ടു ആഡ് എ ഗ്രിഡ്. നമുക്കൊന്ന് ഫ്രെയിം ആഡ് ചെയ്തേക്കാം. സോ ഒരു ഫ്രെയിം ആഡ് ചെയ്താണ്, ഒരു ഫ്രെയിം വേണ്ട, ഫ്രെയിം ആഡ് ചെയ്യുന്നു, വെക്കുന്നു, റൈറ്റ്. അത് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ വ്യത്യാസമാക്കണമെങ്കിൽ ആക്കാം, റൈറ്റ്. നമ്മൾ അടുത്തായിട്ട് ഇത് കണ്ടോ, ഇവിടെ ഗ്രിഡ്, ഈ മൗസിന്റെ പോയിന്റർ എവിടെയാണ് പോകുന്നത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. ഇവിടെ ഗ്രിഡ്, അതായത് നമുക്ക് ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും ആഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ പ്ലസ്, ഈ ഗ്രീൻ സിമ്പൽ കണ്ടോ, പ്ലസ് സിമ്പൽ, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഗ്രിഡ് 1, അതിന്റെ താഴെ തന്നെ ആയിട്ട് മോഡിഫൈ ഗ്രിഡ്, ഇതിങ്ങനെ മോഡിഫൈ ചെയ്യാം. അപ്പൊ ഇതില് ഈ പറയുന്ന ഗ്രിഡ് ടൈപ്പ് സോളിഡ്, മാപ്പ് CRS വെച്ച് കഴിഞ്ഞാൽ കോർഡിനേറ്റ് റെഫറൻസ് സിസ്റ്റം, അതിൽ ഏതാണോ ഇപ്പൊ കിടക്കുന്നത് അത് തന്നെ. അപ്പൊ ഇത് നമ്മൾ ഇതേണ്ട ഈ എക്സും വൈയും ഇതൊന്ന് ജസ്റ്റ് വാല്യൂ മാറ്റും, 1 കണ്ട, റൈറ്റ്, ദെൻ 2. ഇവിടെയും എക്സും വൈയും അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് കൊടുക്കാം, റൈറ്റ്. അത് മാറ്റിയ ശേഷം ഇതിങ്ങനെ ഓരോ ഓപ്ഷനിലേക്കായിട്ട് ബാക്കിലേക്ക് പോവുകയാണ്, റൈറ്റ്. എനേബിൾ ഗ്രിഡ് കൊടുക്കുക, റൈറ്റ്. നെയിം കൊടുത്തോളുക, ഡ്രോ കോർഡിനേറ്റ്സ് വേണ്ട, ശ്രദ്ധിക്കുക, ഇങ്ങനെ ഡ്രോ കോർഡിനേറ്റ്സ് ഇത് കൊടുക്കുക. എന്നിട്ട് ഇതിന്റെ ഈ ലെഫ്റ്റും റൈറ്റും ഇതൊന്ന് ഓക്കെ ആക്കണം. അപ്പൊ അത് എന്ത് ചെയ്യണം, ഈ ലെഫ്റ്റ് ഹൊറിസോണ്ടൽ എന്നുള്ളത് വെർട്ടിക്കൽ അസെൻഡിങ് വേണ്ട, മാറിയത് വേണ്ട, സൈഡിൽ നോക്കുക വേണ്ട, ഈ ഭാഗത്ത് വേണ്ട, അത് മാറ്റുക. പിന്നെ റൈറ്റ് അതും ഹൊറിസോണ്ടൽ മാറ്റിയിട്ട് വെർട്ടിക്കൽ അസെൻഡിങ്. ഇത് കഴിഞ്ഞ ഇതിൽ അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യേണ്ടത്, ഇതിന്റെ ഈ ലൈൻസ് ഒന്ന് എന്താക്കണം, ഇതൊന്ന് മാറ്റിയിട്ട് വേണ്ട, ഈ ഒപ്പോസിറ്റി 0 ആക്കുക, റൈറ്റ്. അപ്പൊ മാപ്പ് നല്ല ക്ലാരിറ്റിയോടെ വന്നു. ഇത് ശ്രദ്ധിക്കുക, ഇതിലിങ്ങനെ വേണ്ട 76, 74, 75, 76 അങ്ങനെ വരുന്നത്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഡിഗ്രി മിനിറ്റ്സ് സെക്കൻഡിലല്ല, പ്രൊജക്റ്റഡ് CRS ആണ്, എന്ന് വെച്ച് കഴിഞ്ഞാൽ മീറ്റേഴ്സിലാണ്, ഡിഗ്രി മിനിറ്റ് സെക്കൻഡിലല്ല. അപ്പൊ ഗ്രിഡായി, റൈറ്റ്. ഇനി നമുക്ക് എന്താ വേണ്ടത്,
ഗ്രിഡ് ആഡ് ചെയ്യുക. ഗ്രിഡ് ആഡ് ചെയ്തു. സ്കോർസ്. ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് വേണ്ട, ഇവിടെ ആഡ് ഐറ്റം അതിൽ പോയിട്ട് നമുക്ക് ലെജൻഡ് ആഡ് ചെയ്യാം. വേണ്ട, ലെജൻഡ് അതങ്ങനെ ഈ പ്ലസ് സിമ്പിൾ വരും. പ്ലസ് സിമ്പിൾ വരുമ്പോൾ എങ്ങനെയൊന്ന് ജസ്റ്റ് ഒന്ന് ഡ്രോ ചെയ്ത് കഴിയുമ്പോൾ ലെജൻഡ് വരും. അത് നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. നമ്മൾ എഡിറ്റ് ചെയ്യൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വെച്ചാൽ മതി. ഇതിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. ഇവിടെ ഗ്രിഡിലൊന്ന് പോയിട്ട് ചെറുതായിട്ട് മോഡിഫൈ ചെയ്യേണ്ടതുണ്ട്. മറ്റൊന്നുമല്ല, അതിൽ ഫ്രെയിം നമുക്ക് അങ്ങോട്ട് ഓഫ് ചെയ്യാം. ഓഫ് നല്ലത് കേട്ടോ. അപ്പൊ അതിന്റെ ഒരു മാറും. നമ്മൾ ലെജൻഡ് ആഡ് ചെയ്തു. അടുത്തായിട്ട് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് സ്കെയിൽ ബാർ. അങ്ങനെ ഇത് എന്ത് ചെയ്യാ, ഈ സ്കെയിൽ ബാർ ഇതൊന്ന് ഒന്ന് എഡിറ്റ് ചെയ്യാം. റൈറ്റ്, കിലോമീറ്റേഴ്സിലാണ്. അപ്പോൾ ഈ കിലോമീറ്റേഴ്സ് തന്നെ കാണിക്കുന്നത്. കസ്റ്റമൈസ് ചെയ്തെടുക്കണം. ലെഫ്റ്റ് സെഗ്മെന്റ്സ് ഒരു 3 കൊടുക്കാം. ഇവിടെ ഒരു ഇങ്ങനെ ഈ മൗസ് പോയിന്റ് പോകുന്നത് നോക്കുക. സ്കെയിൽ ഒന്ന് മോഡിഫൈഡ് ആയി. നമുക്ക് എന്താ കൊടുക്കേണ്ടത്? ഇനി നോർത്ത് ആരോ കൊടുക്കണം. അപ്പൊ ആഡ് ഐറ്റം, ലെജൻഡ് കൊടുത്തു, സ്കെയിൽ ബാർ, നോർത്ത് ആരോ. എന്നിട്ട് ഇതിങ്ങനെ ഈ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഇതിങ്ങനെ ഒന്ന് നോർത്ത് ആരോ കൊടുത്തു. ഇനി നമുക്ക് എന്താ വേണ്ടത്? ടൈറ്റില് കൊടുക്കണം. അപ്പൊ ടൈറ്റില് ലേബൽ, പിക്ചർ, 3D മാപ്പ്, ഡൈനാമിക് ടെക്സ്റ്റ്. അതിൽ ഇവിടെ പോയിട്ട് എന്താ പറയാ, കണ്ടപ്പോ ഇതിൽ കറണ്ട് ഡേറ്റ് ആഡ് ചെയ്യണം. കണ്ടോ, ഇതിങ്ങനെ പോയിട്ട് ഇതിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഡേറ്റ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് വെക്കുക. നമുക്ക് ചില കാര്യത്തിൽ ഡേറ്റ് ഒക്കെ ആഡ് ചെയ്യാൻ പറയും. പിന്നെ എന്താ കൊടുക്കുക? ഒന്നുകൂടെ ഡൈനാമിക് ടെക്സ്റ്റ്, ലേഔട്ട് നെയിം. അങ്ങനെ ഇവിടെ നിന്ന് ഡ്രാഗ് ചെയ്യുക. ഇവിടെ ഇങ്ങനെ വരും. അപ്പൊ ഇവിടെ എന്താണ് കൊടുക്കേണ്ടത്? സോ ഇവിടെ കേരള, KERA, കേരള ഇവിടെ കൊടുത്തിട്ട്, അത് കൊടുത്താൽ മാത്രം പോരാ, അത് മോഡിഫൈ ചെയ്യണം. ഇവിടെ ഫോണ്ടിൽ പോയിട്ട് ഇവിടെ ടൈംസ് ന്യൂ റോമൻ കൊടുക്കുക. അവിടെ വന്നു ടൈംസ് ന്യൂ റോമൻ. റെഗുലർ മാറ്റിയിട്ട് ബോൾഡ് ആക്കുക. ബോൾഡ് ആക്കിയിട്ട് സൈസ് ഒരു 40 കൊടുക്കുക. ഫോണ്ട് സൈസ് 40 വേണേ കൊടുക്കുക, അല്ലെങ്കിൽ 50 വേണമെങ്കിൽ 50 കൊടുക്കാം. കൊടുക്കുക. പിന്നെ ഇതിന്റെ ഒരു റൈറ്റ് സെക്കൻഡ് പ്രധാനപ്പെട്ട കാര്യം, കേരള അതില് ചെറിയൊരു കാര്യം. ഓക്കെ, ഇറ്റ് ഈസ് ഓക്കെ. ഓക്കെ, സെന്റർ ആയിട്ട് കൊടുക്കുക. വേണ്ട, സെന്റർ ഇവിടെ ക്ലിക്ക് ചെയ്യാം. റൈറ്റ്, അപ്പൊ അപ്പിയറൻസ് ക്ലിയർ ആയി. കേരള
എന്താണോ നമുക്ക് സബ് ടൈറ്റിൽ കൊടുക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ സബ് ടൈറ്റിൽ കൊടുക്കുക. ഇത് ഞാനൊരു കൊറോണയുടെ ഡാറ്റ എടുത്തേക്കണത്. നമുക്ക് സബ് ടൈറ്റിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ സബ് ടൈറ്റിൽ കൊടുക്കാം. അപ്പോ എല്ലാ എലമെന്റ്സും ഉള്ള ഒരു എന്താണ് ഒരു മാപ്പ്. സ്കെയിൽ ഉണ്ട്, ലെജൻഡ് ഉണ്ട്, നോർത്ത് ആരോ വെച്ചിട്ടുണ്ട്, ഗ്രിഡ് വെച്ചിട്ടുണ്ട്. ഇതാരാണ് മറ്റേ എന്താണ് ഇതിന്റെ ടൈറ്റില് സബ് ടൈറ്റിൽ കൊടുക്കണേ സബ് ടൈറ്റിൽ കൊടുക്കുക. then എന്ത് ചെയ്യുക, ഇത് എക്സ്പോർട്ട് ചെയ്യുക. ഇതുണ്ടോ എക്സ്പോർട്ട്, പല ഇതുണ്ട്. എക്സ്പോർട്ട് ഇമേജ് ആണെങ്കിൽ എക്സ്പോർട്ട് ആസ് ഇമേജ്. അപ്പൊ നമ്മൾ എവിടെയാണ് ഫോൾഡർ ചൂസ് ചെയ്യുക. പോയിട്ട് കേരള ഇതിൽ ടിഫ് നമുക്ക് ആവശ്യമില്ല, ജെപെഗ് ഫോർമാറ്റ് മതി. അതിൽ DPI നമ്മുടെ മാക്സിമം ഇത് വെക്കുക. എനേബിൾ ഇതെല്ലാം ഇങ്ങനെ തന്നെ വെച്ചിട്ട് സേവ് കൊടുക്കുക. അപ്പൊ നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ഫോൾഡറിൽ കാണാൻ പറ്റും. വേണ്ട ഇത് ഓപ്പൺ ചെയ്യാം. ഫോട്ടോസ് വേണ്ട. നമ്മൾ ചെയ്ത വർക്ക് നമുക്ക് കാണാം. ഇത് ക്ലോസ് ചെയ്യുക. നമ്മൾ കുറച്ചുകൂടെ നല്ല ക്ലാരിറ്റി ഉള്ളത് വേണമെന്നുണ്ടെങ്കിൽ PDF ആയിട്ട് ഇത് വേണ്ട എക്സ്പോർട്ട് ആസ് PDF കൊടുക്കുക. ഇതിൽ കൊടുക്കുക കേരള. അതെല്ലാം ഇങ്ങനെ തന്നെ കൊടുക്കുക, സേവ് കൊടുക്കുക. കേരള നല്ല ക്ലാരിറ്റിയോടെ കണ്ടോ, എല്ലാ എലമെന്റ്സും ഉള്ളൊരു മാപ്പ്. ക്ലോസ് ചെയ്യുക. അപ്പൊ സോ ഇൻ ദിസ് വേ യു ക്യാൻ യൂസ് ലേഔട്ട്സ്. വർക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്യുക. അങ്ങനെയാണ് ലേഔട്ട്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബഫർ എന്താന്ന് നോക്കണം. സിമ്പിൾ ആണ്. ഇതൊന്ന് കൃത്യമായിട്ട് സ്റ്റെപ്സ് ഫോളോ ചെയ്യാം. സ്റ്റെപ്സ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആണ് കേട്ടോ. ഈസി ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോ താങ്ക് യു. സംശയങ്ങൾ വന്ന് ചോദിക്കുക. കുറെ കുട്ടികളൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ളവർ കൂടെ ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു. താങ്ക് യു ഫോർ യുവർ കോപ്പറേഷൻ. റൈറ്റ്, താങ്ക് യു.